രാജുനെ സ്കൂളിൽ ചേർത്താൻ പോവാ. നീ സ്കൂളിലൊന്നും പോകുന്നില്ല മല്ലി? ഇതന്നെയാ മാഷേ എന്റെ സ്കൂള്. നിന്നെ ഞങ്ങൾ സ്കൂളിൽ ചേർത്താം. എന്തേ? ഇതന്നെയാ എന്റെ സ്കൂളിന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഏത് നാട്ടിൽ ചെന്നാലും പുഴയ്ക്ക് കുറുകെ പാലം കെട്ടുന്നതാ അപ്പാക്കി പണി. അങ്ങനെ കുറേ നാടുകൾ. ഇതുവരെ സ്കൂളിൽ പോകാൻ ആരും പറഞ്ഞിട്ടില്ല. ഇതാദ്യായിട്ടാ. അമ്മേ, മാഷന്മാരോ? കയറിയിരിക്കേ. നമസ്കാരം. നമസ്കാരം. കാര്യങ്ങളൊക്കെ രാജു പറഞ്ഞിട്ട് അമ്മയ്ക്ക് അറിയാലോ. ഓനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലേട്ടല്ല. ഹാജിയാരെ ആടിനെ നോക്കുമ്പം കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. എനിക്കാണെങ്കിൽ പണിക്ക് പോകാൻ പറ്റൂല. രാജുവിനെ ഞങ്ങൾ 6ാം ക്ലാസ് ചേർത്താൻ പോവുകയാണ്. അവന്റെ പഠന ചിലവുകളൊന്നും അമ്മ അറിയണ്ട. രാജു മിടുക്കനായി പഠിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. രാജുവിനെ പോലുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അനുമതിയെല്ലാം ഞങ്ങൾ വാങ്ങിച്ചോളാം. എന്നാലും ഹാജിയാരോടൊന്ന് ചോദിക്കണം. ഹാജിയാർ തരുന്നോണ്ടാണ് ഞങ്ങളിവിടെ കഞ്ഞി കുടിച്ച് കഴിയുന്നത്. വേഗം വാ. ഹാജിയാരുണ്ടാവോ ഇവിടെ? ഹാജിയാരേ, ഹാജിയാരേ. എന്താ അമ്മയും മോനും കൂടി? സ്കൂളിന്ന് മാഷുമാരും കുട്ടികളും കൂടെ വീട്ടിൽ വന്നീനി. തന്നെ? അതിപ്പോ എന്തിന്? രാജുവിനെ ഓനെ സ്കൂളിൽ ചേർത്തണമെന്നാ പറഞ്ഞ്. ബാക്കിയൊക്കെ ഓല് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അതേതായാലും നന്നായി. സ്കൂൾ പഠിക്കേണ്ട ഓനെയാണല്ലോ എത്രയും കാലം നമ്മള് ആടിനെ നോക്കാൻ ഏൽപ്പിച്ചത്. അതൊന്നും സാരല്ല ഹാജിയാരെ. ഓനിവിടുത്തെ ആടുകളെ നോക്കിയോണ്ടല്ലേ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. നിന്റെ കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞിട്ട് അതേപോലെ പഠിക്കേണ്ട ഒരു കുട്ടീനെ ഞാൻ ആടിനെ നോക്കാൻ ഏൽപ്പിച്ച്. ഇജ്ജ് പറഞ്ഞെന്നാ ചീരു അതിന്റെ ശരി. ഓന് സ്കൂളിൽ പോട്ടെ. ഇവിടെ വന്നാ ഇജ്ജ് പോയിട്ട് ഒരു ആടിനെ കഴിച്ചോണ്ട് വന്നാ ബേജല്ലേ. കൊണ്ടുവരും. എന്റെ മോന് സ്കൂളിൽ പോയാൽ അനക്ക് ഇത് മതി ജീവിക്കാൻ. അൽഹംദുലില്ലാഹ്. ശരി ഹാജിയാരെ. ഞാൻ പിടിക്കാമേ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാം ഇവിടെ കൂടിച്ചേർന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ വുഡ് വർക്ക് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് നമ്മുടെ സ്കൂളിലെ രാജു
അഭിനന്ദനാർഹമായ വിജയം നേടിയിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ സബ് ജില്ലാ കായികമേളയിൽ വ്യക്തിഗത ചാമ്പ്യനായതും രാജു തന്നെയാണ്. രാജുവിന് സ്കൂളിൻ്റെ പേരിൽ പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി രാജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മൾ വെള്ളാരംകുന്നിൻ്റെ വഴിയരികിൽ വൃക്ഷത്തൈകൾ നടാൻ പോവുകയാണ്. വൃക്ഷത്തൈകൾ നടുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഉദാഹരണമായി നമുക്കെല്ലാം സുപരിചിതമായ മുത്തശ്ശിമരം, നമുക്കൊക്കെ തണലേകി അത് എത്ര കാലമായി അവിടെ. ശരിയാ മാഷേ, ഞാൻ അതിന്റെ ചോട്ടക്കിറന്ന് എത്ര ഉറങ്ങിയിട്ടുണ്ട്, എത്ര ഊഞ്ഞാലാടിയിട്ടുണ്ട്. ആ, എന്നാ നമുക്ക് തുടങ്ങാം. മാഷേ, ഞാൻ അവിടെ നടാം. ആ നട്ടോ. ആമിന, നീ അതവിടെ വയ്ക്ക്. ആ പിക്കാസിങ് എന്താ? മക്കളെ കോയക്കാരന്റെ ചായ എത്തിപ്പോയി. ഒരു തടം പോലെ ഇത് അനക്ക് കുന്നിടിക്കുകയും കുളം തൂർക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് ഇമ്മാരി പണിയെടുക്കുന്ന പിള്ളേർക്ക് ചായ നമ്മളെ വക. ഇല്ലെങ്കിൽ മയ്യത്തായ തുള്ളി വെള്ളം കിട്ടൂല ചായ കുടിക്കേ. ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയാ? അറിയില്ലേ? ഞമ്മളോട് ചോദിക്ക്. ഇതാണ് കൂവളം. കായലരികത്ത് വളകയിലേക്ക് ഇങ്ങോട്ട് വാ. വേഗം വാ. കൂവളത്തിന്റെ തയ്യാ. ഹായ്. പന്ത്രണ്ട് മണിയായി. ഈ കോയക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഓനിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഓന്റെ മൂത്ത മോൻ ഗൾഫിലല്ലേ. കോയ വല്ല ന്യൂസും പിടിക്കാൻ പോയിണ്ടാവും. കോയ അങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്ത ആളെന്നല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അല്ല കോയെ, അന്റെ ചായ എവിടെ? നിങ്ങൾ ഇവിടെ ചായയും ചോദിച്ച് കുത്തിരുന്നോളി. ഇവിടെ മുത്തശ്ശേരെ മുറിക്കാൻ പോവാ. എന്നാലും അത് മുറിക്കാന്ന് അറിയുമ്പോ ഞമ്മളെ ബാപ്പാന്റെ കാലം മുറിക്കുള്ള അൽഹംദുലില്ലാ. മുത്തശ്ശി മരം മുറുക്കിയേ, നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല കോയ, അത് തടയണം. ഈ ബാലൻ മാഷ്ക്ക് പ്രാന്ത. മരം വെട്ടാൻ വരുന്നവരോട് നിങ്ങളെ പ്രസംഗം നടക്കുവോ? അങ്ങനെയല്ല മാഷേ, ചില കാര്യങ്ങളിൽ ഇടപെട്ടേ പറ്റൂ. ആരാണ് കോയ മരം മുറിക്കാൻ വന്നത്? ഇവിടെ നാട്ടിൽ വന്നൂടെ പുതിയ പൈസക്കാരില്ലേ, ഓനും ഓന്റെ മോനും കൂടിയാ. മോരോട് അനക്കം മാന്താ JCB കൊണ്ട് വന്നിക്കണേ. ഞാൻ ഏതായാലും അങ്ങോട്ട് പോവാണ്, നിങ്ങളൊക്കെ വരുന്നുണ്ടേ വന്നോളൂ. ഇവിടെ മുത്തശ്ശേരെ മുറിക്കാൻ പോവാ. എല്ലാരും വരി. തേങ്ങ വിട്ട് പോന്നാച്ചേ.
നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാ? ഇത്രയും കാലം ഈ നാടിനും നാട്ടുകാർക്കും തണലേക്കിയ ഈ വെള്ളാർകുന്നിലെ മുത്തശ്ശിയാണിത്. ഇത് മുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് പറയാൻ താനാരാടോ? താൻ ഈ നാട്ടുകാരനാ? ഞാൻ ഏത് നാട്ടുകാരനായിക്കോട്ടെ, നിങ്ങൾ ഏത് നാട്ടുകാരനായിക്കോട്ടെ, ഈ മണ്ണിനുണ്ടാവുന്ന ദോഷങ്ങൾ എല്ലാവരെയും ബാധിക്കും. എന്തിനാ ബാലമാശോട് കൂടാവുന്നേ? അനക്കെന്താ സംശയം? ഞമ്മളോട് ചോദിക്കും, ഞമ്മള് പറഞ്ഞരാ. ഞാൻ ഈ നാട്ടുകാരനാണല്ലോ, അതിലെനിക്ക് സംശയമില്ലല്ലോ. ഈ കൂടിയ ആൾക്കാര് മൊത്തം നമ്മളവിടെ ഉണ്ട്. നിങ്ങൾ ആരാ എന്താന്ന് എനിക്കറിയണ്ട. ഈ മരം ഞാനാണ് ലേലത്തിനെടുത്തത്. ഞാൻ ആ മരം മുറിക്കുകയും ചെയ്യും, അതിന്റെ അടിവേര് വരെ മാന്തുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ JCB ഉണ്ട്. ഞങ്ങളുടെയും ഈ നാട്ടുകാരുടെ എതിർപ്പിന് മറികടന്ന് നിങ്ങൾക്ക് ഈ മരം മുറിക്കാനാവില്ല. എന്നാൽ അതൊന്ന് കാണണം. എല്ലാവരും വരൂ, നമുക്ക് മുത്തശ്ശി മരത്തിന് ചുറ്റും കൈ കോർത്ത് നിൽക്കാം. ഞാൻ നടക്കടേ. വേഗം കേറൂ, കേറൂ. കൈ കോർത്ത് പിടി, കൈ കോർത്ത് പിടിക്കേ. ചുറ്റും നിക്ക്, ചുറ്റും നിക്ക്. എല്ലാറ്റിനും ഞാൻ ശരിയാക്കി തരാം. പരിപാടി അല്ല JCB മക്കളെ ഓടിക്കോ, ഇങ്ങോട്ട് പോരി. മാഷേ മൈക്കത്താവും, മാഷേ ഓടിക്കോളെ. വീട്ടിൽ പോയാ നിർത്താ. രാജു, സമ്മതിക്കൂല മാഷെ, സമ്മതിക്കൂല. മുത്തശ്ശി വരെ വരും, മരമൊന്നല്ല മാഷെ, എന്റെ മുത്തശ്ശി തന്നെയാ മാഷെ, എന്റെ മുത്തശ്ശി. രാജു, നിന്റെ കണ്ണുകളിൽ നിറയുന്നത് കണ്ണുനീരല്ല, ഈ നാടിന്റെ നന്മയാണ്. ഈ നന്മ വെള്ളാരംകുന്നിനെ എന്നും നനവുള്ളതാക്കും. ഉളുപ്പുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. ഈ ഒരു കുട്ടിന്റെ വിവരം കൂടെ ഇല്ലാതായി പോയില്ലടോ അനക്കൊക്കെ. ഈ മരം ഉണ്ടല്ലോ, ഈ മരം എന്റെ ഉപ്പൂപ്പാന്റെ കാലത്തുള്ളതാ. ഇത് മുറിക്കണെങ്കിലേ എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ ഞങ്ങക്ക്? നിങ്ങളൊക്കെ സമാധാനമായിട്ട് നിന്നോളി. ഈ ആചാരുണ്ട് നിങ്ങളെ കൂടെ. അല്ല പിന്നെ ആഹാ. ആരാത്? ഇനി അമ്മക്ക് ഇവളെയും കൊണ്ടൊന്ന് സ്കൂളിൽ ചേർത്തണം. അല്ല, എന്നാ ഞമ്മളെയും കൂടെ സ്കൂളിൽ ചേർത്തോ? എന്നിട്ട് വേണം ആ സ്കൂൾ കൂടെ കേടാൻ. മണ്ണേ നമ്പി മരമിരിപ്പൂ താരീരം താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരീരം താരോ. മണ്ണേ നമ്പി മരമിരിപ്പൂ താരീരം താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരീരം താരോ. കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരീരം താരോ, ഇലയെ നമ്പി മൊട്ടിരിപ്പൂ താരീരം താരോ. മൊട്ടേ